യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യം. യെശയ്യാവ് അവന്റെ തേജസ്സു കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നിരവധി വെളിപ്പാടുകൾ നൽകിയിരുന്നു. മശിഹയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളായിട്ടായിരുന്നു യഹൂദന്മാർ ആ തിരുവെഴുത്തുകളെ കണ്ടിരുന്നത്. യെശയ്യാവ് 6:1 കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ ജനനം കന്യകയിൽ നിന്നായിരിക്കുമെന്ന് BC 8-ാം നൂറ്റാണ്ടിൽ യെശയ്യാവ് പ്രവചിച്ചത് 7:14 നാം വായിക്കുന്നു. യേശു ജനിക്കുന്നതിന് 700-ലധികം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിൻ്റെ തേജസ് കാണാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകനായിരുന്നു യെശയ്യാവ്. കന്യകയിൽ നിന്ന് ജനിക്കുന്ന ആ ശിശു അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും സമാധാന പ്രഭുവുമായ സർവശക്തൻ തന്നെയാണെന്ന് 9:6 താൻ രേഖപ്പെടുത്തി. യേശുവിന് വരാനിരിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ച് 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കാണാം. എന്നാൽ അതേ ക്രിസ്തു വീണ്ടും ജീവിച്ച് രാജാതിരാജാവായി ഭരിക്കും എന്നും യെശയ്യാവ് 32:1 പ്രവചിച്ചിരിക്കുന്നു. ഇങ്ങനെ യേശുവിൻ്റെ ജനനം മുതൽ മരണ പുനരുദ്ധാനങ്ങളും നിത്യരാജാവായി വാഴുന്നതുമെല്ലാം യെശയ്യാവ് കണ്ടു. യെശയ്യാവിൻ്റെ പ്രവചനങ്ങളിൽ ഇനിയും നിറവേറാനുള്ളതാണ് യേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള വീണ്ടും വരവും തുടർന്നുള്ള ഭരണവും. എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണം മുതൽ ഇന്നയോളം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ തേജസ് കണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാകാൻ നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഏറെ വൈകാതെ ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കൽ ചേർക്കും. തുടർന്ന് അവിടുന്ന് രാജാതിരാജാവായി എന്നേക്കും വാഴും. നാം ഇന്ന് അവിടുത്തെ തേജസ് കാണുന്നുണ്ടോ? തൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിൻ്റെ രാജ്യത്തിൽ നിത്യം വസിക്കാനായി ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.